ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ. അതിനായിട്ട് ഒരു 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മൂവാണ്ട മാങ്ങയാണ്, ഇവിടെ തന്നെ ഉണ്ടായത് മാങ്ങയാണ്. അപ്പോൾ മൂവാണ്ട മാങ്ങ ആകുമ്പോൾ ഒത്തിരി പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് മാങ്ങാക്കറിക്ക് ഏറ്റവും ബെസ്റ്റാണ് മൂവാണ്ട മാങ്ങ. അപ്പോൾ അതിനായിട്ട് പിന്നെ 4 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം വലിപ്പമുള്ള തേങ്ങയാണ് കേട്ടോ. പിന്നെ 3 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില ആഫ്രിക്കൻ മല്ലിയാണ് എടുത്തിരിക്കണേ. മല്ലിയില ഞാൻ പുറത്തൊന്നും മേടിക്കാറില്ല കേട്ടോ. കാരണം ഈ മല്ലിയിലയിലും വേപ്പിലയിലൊക്കെയാണ് വാങ്ങുന്ന. വേപ്പിലയിലും മല്ലിയിലയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിഷമടിക്കണമെന്ന് പറയണേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല. ഇവിടെ ഉണ്ടാകുന്ന ആഫ്രിക്കൻ മല്ലിയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാൻ മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്ന മാങ്ങാക്കറി ഉണ്ടല്ലോ, തേങ്ങാപ്പാൽ പിഴിഞ്ഞുണ്ടാക്കുന്ന മാങ്ങാക്കറി, ആ ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ. അധികവും തൃശ്ശൂർ സൈഡിലൊക്കെയാണ് ഈ മാങ്ങാക്കറി കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് ചനച്ച മാങ്ങയാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ മാങ്ങയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. മൂണ്ട മാങ്ങ ആകുമ്പോൾ ചനച്ച മാങ്ങ അതുപോലെ ഉപ്പും കൂട്ടി മുളകൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ കഴിപ്പൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ. നമ്മളൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ ഒത്തിരി കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉപ്പും മുളകും ഒക്കെ കൂട്ടി. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചിപ്സ്, ഐസ്ക്രീം, ചോക്ലേറ്റ് അതൊക്കെ കാര്യമുള്ളൂ. ഈ കൊല്ലം പൊതുവേ മാങ്ങ വളരെ കുറവാണെന്ന് തോന്നുന്നു. നല്ല ചൂടൊക്കെ ആയ കാരണമായിരിക്കും മാങ്ങയൊക്കെ കൊഴിഞ്ഞു പോവാണ്. പിന്നെയും മാങ്ങ പിടിക്കണത് ഈ മൂവാണ്ടമാവിനെയാണ്. മൂവാണ്ടമാവിന് പിന്നെ അങ്ങനത്തെ പരാതികളൊന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ട്. മഴയായാലും കടുത്ത ചൂടായാലും ഒക്കെ അത്യാവശ്യം മാങ്ങ ഉണ്ടാവും. അപ്പം നമ്മൾ മാങ്ങക്കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അരിഞ്ഞിടാം. മാങ്ങയുടെ ചെത്തല കഴിഞ്ഞു, ഇനി അരിഞ്ഞിടാം. മാങ്ങയൊക്കെ വീട്ടിലില്ലാത്തവർക്ക് നടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഇനമാണ് കേട്ടോ ഈ മൂവാണ്ടമാവ്. മൂവാണ്ടമാവിന് പിന്നെ വെയിലായാലും ചൂട് കൂടിയാലും അതുപോലെ മഴ പെയ്താലും ഒന്നും അങ്ങനെ വലിയ പരാതിയില്ല. അത്യാവശ്യം കാച്ചു കിട്ടുന്ന ഒരു മാവാണ്. ഇവിടെ ഞങ്ങൾക്ക് 4-5 മാവുണ്ട്. അതുകൊണ്ട് സമയങ്ങളിലൊക്കെ മാങ്ങ ഉണ്ടാവാറുണ്ട്. വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ അത് കായ്ക്കുന്നു തോന്നുന്നു. അപ്പം ഞാൻ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇടുകയാണ് കേട്ടോ. ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് കുറച്ച് സമയം മുമ്പേ ഉപ്പിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇടാണ് കേട്ടോ. പിന്നെ വേപ്പില കുറച്ച് ഇപ്പം ഇട്ട് കൊടുക്കാം. പിന്നെ കറി കാച്ചുന്ന സമയത്തും കൂടെ കുറച്ച് വേപ്പില ഇടണം. മല്ലിയിലയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ മാങ്ങയിൽ ഉപ്പും മുളകും ഒക്കെ ഒന്ന് പിടിച്ചു വരും. നമ്മൾ തേങ്ങാപ്പാൽ പിഴിയുമ്പോഴേക്കും മാങ്ങയിൽ ഉപ്പും മുളകും ഒക്കെ പിടിച്ചോളൂ കേട്ടോ. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി നമ്മുടെ പച്ചമുളക് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്.
ഇനി സവോള അരിഞ്ഞിടണം. അപ്പോൾ സവോള അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി ഞാൻ ചതച്ചാണ് എടുത്തിരിക്കണേ. ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, ഉപ്പും മുളകുമൊക്കെ പിടിച്ച് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ പിഴിയുമ്പോൾ ഈ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് 2-ാം പാല്, 3-ാം പാല്, 4-ാം പാല് ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ഒഴിക്കുകയാണ് കേട്ടോ കറിയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് പാല് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ കറി വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതൽ വെള്ളമാവാൻ പാടില്ല. വെള്ളമായി കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി മാങ്ങ ഒന്ന് വേവട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കാച്ചിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഫസ്റ്റ് പാലൊഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കറിയിൽ വെള്ളമൊക്കെ നല്ല പാകമാണ്, ഒട്ടും കൂടുതലില്ല. നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങാക്കറി. അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് കറി കാച്ചാനായിട്ട്. നമ്മുടെ കറി നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതൊരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇറക്കി വെച്ചിട്ട് നമുക്ക് കറി കാച്ചാനായിട്ട് നോക്കാം. അപ്പോൾ ഇനി കറി കാച്ചാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടുകയാണ്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഭയങ്കര പൊട്ടലാണ്. കുറച്ച് വറ്റൽമുളകും കൂടി ഇടുന്നുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അത് ഓഫ് ചെയ്തിട്ട് ഒരല്പം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ
അല്പം ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട്. ഒന്ന് ആ ചൂടൊന്ന് കുറഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഈ പൊടി കരിഞ്ഞു പോകും. ഇതിലേക്ക് ഇത്തിരി കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഈ മാങ്ങ നമ്മൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ പുളിയുള്ള മാങ്ങയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ പുളി കുറച്ച് കളയാനായിട്ട്, പുളി കൂടുതലാവുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ കറിക്ക്. അപ്പോൾ പുളി കുറച്ച് കുറയാനായിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ ആ പുളി കുറഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുള്ള മാങ്ങാക്കറിയാണ് കേട്ടോ. ചെറിയ ഒരു മധുരവും പുളി ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അറിയാത്തവരൊക്കെ, ഒരുമാതിരി എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും അത്ര അറിയുന്നുണ്ടാവില്ല. എൻ്റെ മകൾ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട്, അവൾ മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ അത്ര ശരിയാവുന്നില്ല, അമ്മ ഉണ്ടാക്കുന്ന പോലെ അത്ര ടേസ്റ്റ് ആവുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അധികം വെള്ളമില്ലാതെ കുറുകി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി. ഓക്കെ, ബൈ.